വഴിപാടുമായി വന്നപ്പോൾ, ആമേൻ, അത്ഭുതം പ്രാപിച്ചതിന് നന്ദിയാർത്ഥം വന്നപ്പോൾ, റിമ്മോന്റെ ക്ഷേത്രത്തിലെ ആരാധിക്കുന്നവന്റെ വഴിപാട് എനിക്ക് വേണ്ട എന്ന് മാറ്റിയെങ്കിൽ, നീ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നീ ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോൾ, ആമേൻ, ദൈവമല്ലാത്തത് നിന്റെ കാതിൽ വരരുത്, ദൈവമല്ലാത്തത് നിന്റെ മനസ്സിൽ വരരുത്, ദൈവമല്ലാത്തത് നിന്റെ ശരീരത്തിൽ വരരുത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 19 മുതലുള്ള ഭാഗങ്ങളിൽ അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ആദ്യ പട്ടണത്തിന് ലൂസ് എന്നായിരുന്നു പേര്. യാക്കോബിന് നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ഭക്തൻ, മാനസികമായി തകർന്ന ഒരു ഭക്തൻ, ശാരീരികമായി ക്ഷീണിച്ച ഒരു ഭക്തൻ, ഒരു മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 പരാജയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നവന് ശരീരസുഖമില്ല, ശാരീരികമായി അവൻ തളർന്നിരിക്കുകയാണ്. 2, അവന് മനസ്സിന് ഒരല്പം പോലും സുഖമില്ല, ജ്യേഷ്ഠനുമായി പ്രശ്നം, വീട്ടിൽ പ്രശ്നം, വീട്ടിൽ നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മാനസികമായി തകർന്നിരിക്കുന്നു. 3, അവൻ സാമ്പത്തികമായി പരാജയപ്പെട്ടു. 1 രൂപ അവൻ്റെ കയ്യിലില്ല, 1 കാശ് പോലും അവനില്ല, സ്വന്തമായിട്ടുള്ള എല്ലാം വിട്ടേച്ച് അവനിതാ ഒരു ബിഗ് സീറോയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആ സമയത്തിൽ അവനെടുക്കുന്ന ഒരു തീരുമാനമാണ് എന്താ? ഒരു വട്ടപൂജ്യക്കാരനും ബഹുസമ്പന്നനായി തീരുവാൻ കഴിയും. ഒരു സ്വസ്ഥതയില്ലാത്തവനും അനേകർക്ക് സമാധാനം കൊടുക്കുന്ന വ്യക്തിയായി തീരുവാനായി കഴിയും. ഒരല്പം പോലും ആരോഗ്യം ഇല്ല എന്ന് പറയുന്ന വ്യക്തിക്കും ഗോത്രപിതാക്കന്മാരുടെ സ്ഥാനത്തിലേക്ക് ചെന്നെത്തുവാൻ കഴിയും എന്നുള്ളതാണ് ഈ തീരുമാനം നമ്മളെ വിളിച്ചു പറയിപ്പിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിലും യഹോവ എനിക്ക് ദൈവമായിരിക്കും, യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഒന്നാമത്തവൻ്റെ തീരുമാനം. 2, തൂണായി നിർത്തിയ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. 3, എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ ദശാംശം നൽകപ്പെടും. സഹോദര, സഹോദരി, നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? ശാരീരികമായി തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? സാമ്പത്തികമായി തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? ഈ യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചതുപോലെ നിങ്ങൾക്കും അനുഗ്രഹം പ്രാപിക്കുവാനായി കഴിയും. പക്ഷേ ഒന്ന് നീ ചെയ്യണം, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. നിന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു അന്യ ദൈവം എവിടെയെങ്കിലും കുടിവാഴുന്നുവെങ്കിൽ, കുടികുത്തി വാഴപ്പെടുന്നുവെങ്കിൽ, എവിടെയെങ്കിലും ഏതെങ്കിലും ദൈവമല്ലാത്തതിൻ്റെ സ്വാധീനം, ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്ന സ്ഥിതിവിശേഷം നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്തിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുവെങ്കിൽ, ഇന്ന് ആദ്യത്തെ നിന്റെ തീരുമാനം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനിനി സത്യദൈവത്തെ മാത്രമേ ആരാധിക്കത്തേയുള്ളൂ. ഞാൻ ദൈവമെന്നുള്ള സ്ഥാനം കൊടുക്കുന്നത് ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവ്, ഈ 3 ത്രിയേക ദൈവത്തിനല്ലാതെ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ പ്രാതിനിധ്യം കൊടുക്കത്തില്ല, യേശുവിൻ്റെ ബന്ധുക്കളെ ഞാൻ ആരാധിക്കത്തേയില്ല, യേശുവിനെ അത് ചുമന്ന ശിഷ്യന്മാരെ ഞാൻ ആരാധിക്കത്തേയില്ല. എൻ്റെ മനസ്സിൽ നിന്ന് സകല 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 അന്യാരാധനാ ബന്ധനങ്ങളും പൂർണ്ണമായി മാറ്റിയിട്ട് ഞാൻ സത്യാരാധകനായിട്ട് തീരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സത്യത്തിലും ആത്മാവിലും മാത്രം ആരാധിക്കും. ഞാൻ സത്യസന്ധമായിട്ട് ആരാധിക്കപ്പെടുമെന്ന് ഉറച്ച തീരുമാനം നമ്മൾ പഠിച്ചു വരപ്പെടുമ്പോൾ തന്നെ ഒരു എലീശായെ കുറിച്ചാണ് പഠിച്ചു വരുന്നുവെങ്കിൽ ആ എലീശായ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അരാമ്യൻ നയമാൻ കുഷ്ഠരോഗം ബാധിച്ചിട്ട് അവൻ എലീശാ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന സമയത്തിലേക്ക് ഒരല്പം പോലും അവനെ ശ്രദ്ധിക്കാതെ അകത്തളത്തിലിരുന്ന് പറഞ്ഞു, യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം നീ മുങ്ങിക്കുളിക്കണം എന്ന് പറഞ്ഞു. അത് അരാമ്യൻ നയമാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം കോമൺ സെൻസ് ഇല്ലാത്ത എന്ന് ഇറങ്ങി വന്നൊന്നും പരിചയപ്പെട്ടു പോലുമില്ല. അവൻ പേരെന്താ, എവിടെ നിന്ന് വരുന്നത് ചോദ്യം പോലും ചോദിച്ചില്ല. സ്വന്തം വീട്ടിലേക്ക് ചെന്ന് കയറിയ സമയത്ത് കയറിയിരിക്കാൻ ഒരു മാന്യത പോലും കാണിച്ചില്ല എന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് പോയിട്ട് അവൻ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത സംഭവ വികാസം, അവൻ അത്ഭുതകരമായിട്ടൊരു രോഗശാന്തി, അതിശയകരമായുള്ള രോഗശാന്തി അവന് ലഭിച്ച സമയത്തിൽ നേരത്തെ പിറുപിറുപ്പ് അവന് മാറി, നേരത്തെ പരിഭവം അവൻ്റെ മനസ്സിൽ നിന്ന് മാറി. അവനിതാ വലിയ ഒരു കൂട്ടം വസ്ത്രവും പൊന്നും വെള്ളിയും അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകയുമായിട്ട് തിരിച്ചുതാ എലീശാ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവൻ അതിൽ നിന്ന്
ഒരു തരി പോലും മേടിച്ചില്ല. എന്തേ? ശുശ്രൂഷയ്ക്ക് പൈസ ആവശ്യമില്ലാത്തത് കൊണ്ടാണോ മേടിക്കാത്തത്? എന്തേ? അവന് കാശിന്റെ ആവശ്യമില്ല. അല്ലെ, കൂടെ നടക്കുന്ന ശിഷ്യന്മാർ എന്തുമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്നു. കൂടെ നടക്കുന്ന ഹേഗസി പോലെയുള്ളവർക്ക് ഈ കാശിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഗുരുവായിരിക്കുന്ന എലീശ അതിൽ നിന്ന് ഒന്നും വാങ്ങാത്തതിന് കാരണമുണ്ട്. ഇവൻ രോഗശാന്തി പ്രാപിച്ചു, ഇവൻ വിടുതൽ പ്രാപിച്ചു. പക്ഷേ റിമ്മോന്റെ ക്ഷേത്രത്തിലെ ആരാധന ഇവൻ ഒരിക്കലും നിർത്തിയിട്ടില്ല. റിമ്മോന്റെ ക്ഷേത്രത്തിലെ അവൻ ദിനം പ്രതി ചെന്ന് വണങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്തനാണ്. ഈ ഭക്തന്റെ മനസ്സിനകത്ത് ഒരു മാറ്റം വരാത്തിടത്തോളം കാലം, ഇവന്റെ മനസ്സിനകത്ത് ഒരു മാനസാന്തരം വരാത്തിടത്തോളം കാലം ഞാൻ ഇവന്റെ കയ്യിൽ നിന്ന് സ്തോത്രക്കാഴ്ച മേടിക്കത്തില്ല. ആ സ്തോത്രക്കാഴ്ച മേടിച്ചെന്ന് വെച്ച് ഇവനൊട്ട് അനുഗ്രഹം വരാനായിട്ട് പോകുന്നതുമില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് എലീശ പറഞ്ഞത്, ഇല്ല ഇല്ല, നീ കൊണ്ടുവന്നതെല്ലാം തിരികെ കൊണ്ടുപോ. ആദ്യം നീ പോയി മാനസാന്തരപ്പെട്ടേച്ച് നീ വഴിപാട് വയ്ക്ക. കർത്തൃസന്നിധിയിൽ ഒരു ദൈവത്തിന്റെ പൈതല് അവൻ സ്തോത്ര വഴിപാടുമായി വന്നപ്പോൾ, അവൻ അത്ഭുതം പ്രാപിച്ചതിന് നന്ദിയാർത്ഥം വന്നപ്പോൾ, റിമ്മോന്റെ ക്ഷേത്രത്തിലെ ആരാധിക്കുന്നവന്റെ വഴിപാട് എനിക്ക് വേണ്ട എന്ന് മാറ്റിയെങ്കിൽ, നീ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നീ ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോൾ, അവൻ ദൈവമല്ലാത്തത് നിന്റെ കാതിൽ വരരുത്, ദൈവമല്ലാത്തതിന്റെ മനസ്സിൽ വരരുത്, ദൈവമല്ലാത്തത് നിന്റെ ശരീരത്തിൽ വരരുത്. സ്തോത്രം. കയ്യിൽ കിട്ടുന്ന നൂലുകൾ മുഴുവനും വാങ്ങി ചുറ്റിക്കെട്ടിയതിനു ശേഷം കയ്യിൽ കിട്ടുന്ന സകലവിധമായ മാലകളും മറ്റ് സാധനങ്ങളും എല്ലാം എടുത്ത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അവിടെയും അണിഞ്ഞ് ഇവിടെയും അണിഞ്ഞ് ഒക്കെ നടക്കുന്ന സ്ഥിതികളെല്ലാം മാറ്റി, നീ തന്നെ നിന്റെ ശരീരത്തെ കെട്ടിവച്ചിരിക്കുന്ന സകല കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ്, നീ തന്നെ നിന്റെ ശരീരത്തെ ബന്ധിച്ചു വച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളെയും വിട്ടെറിഞ്ഞ് ഒരു പുറപ്പാടിന് നീ തയ്യാറാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യായുസ് നിനക്ക് ദൈവം തിരികെ തരാൻ പോകുകയാണ്. ശേഷിപ്പ് ദൈവത്തിന്റെ കൂടെ, ശേഷിപ്പ് ദൈവത്തെ പിൻപറ്റുന്നവനായി, ശേഷിപ്പ് ദൈവത്തെ ആരാധിച്ച് തൃപ്തി പ്രാപിക്കുന്ന വ്യക്തിയായി സ്വർഗത്തിലെ ദൈവം നിന്നെ തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ, യാക്കോബ് പറഞ്ഞതുപോലെ നിനക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയണം. നിന്റെ ശരീരം ക്ഷീണിച്ചിരിക്കുകയാണോ? നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? സാമ്പത്തികമായി നീ പരാജയപ്പെട്ടിരിക്കുകയാണോ? ദൈവത്തോട് പറ, കർത്താവേ, ഈ പ്രഭാതത്തിൽ എനിക്ക് ദൂത് തന്നതിനായി സ്തോത്രം. പലപ്പോഴും എന്റെ അശ്രദ്ധ നിമിത്തം ഈ ലോകത്തിന്റെ ഏതൊക്കെയോ അന്യാരാധനാ ശക്തികൾ പലപ്പോഴും എന്റെ കാതുകളിലേക്ക് പ്രതിധ്വനിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഞാനിനി ആ ശ്രദ്ധയിലേക്ക് പോകാതെ എന്റെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും പരിശുദ്ധാത്മാവിലും ഞാൻ ആരാധിച്ച് ആരാധന അനുഭവമുള്ള വ്യക്തിയായി തീരുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. യാക്കോബിന്റെ തീരുമാനം, സത്യദൈവം എൻ്റെ ദൈവമായിരിക്കും, സത്യദൈവം എൻ്റെ വഴികാട്ടിയായിരിക്കും. രൂത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം അതല്ലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഭർത്താവ് നഷ്ടപ്പെട്ട്, ബന്ധുക്കളും സ്വന്തക്കാരും നഷ്ടപ്പെട്ട്, സകല സ്വപ്നങ്ങളും തൻ്റെ യൗവന പ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ട്, ഇനി ഒരിക്കലും അത് തുന്നിത്തീർക്കുവാൻ കഴിയപ്പെടാത്ത വിധത്തിലേക്ക് സകലവും പൊളിഞ്ഞുപോയ സാഹചര്യത്തിൽ അവളൊരു തീരുമാനം ഇപ്രകാരം എടുത്തു: മോവാബിലെ ദേവന്മാരെ അല്ല ഞാൻ ഇനി ആരാധിക്കുന്നത്, ഞാനിനി യഹോവയായ കർത്താവിനെ എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചു. ഞാനിനി എൻ്റെ ദൈവത്തെ ഞാൻ പിൻപറ്റും, എൻ്റെ ദൈവത്തിനെ ഞാൻ അനുഗമിക്കും, എൻ്റെ ദൈവത്തിൻ്റെ പുറകെ ഞാൻ സഞ്ചരിക്കും, അവൻ്റെ പാതകളെ ഞാൻ പിന്തുടരും, അവൻ്റെ വചനത്തെ ഞാൻ അനുസരിക്കും, അവനെ ഞാൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കും, അവനെ ഞാൻ വായി കൊണ്ട് അവൻ ഏറ്റുപറയും, അവനെ ഞാൻ ശരീരം കൊണ്ട് ആരാധിക്കുമെന്ന് അവൾ തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചത് മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ നന്മകളെ മുഴുവനും സ്വർഗം അവർക്ക് മടക്കി നൽകി. നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ മുഴുവനും അവർക്ക് തിരികെ കൊടുത്ത് സ്വർഗത്തിലെ കർത്താവ് ഒരു രൂത്തിനെ ആ ദേശത്തിലെ ഉന്നത അനുഭവത്തിലേക്ക് എത്തുവാനുള്ള ഒരു പുറപ്പാടിൻ്റെ ശക്തി അവളുടെ മേൽ വ്യാപരിച്ചുവെങ്കിൽ, ഇന്ന് യാക്കോബുമാരെന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഇന്ന് യാക്കോബുമാരെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ആമേ, നീ അനുഭവിക്കുന്ന സകല വിഷയത്തിൻ്റെ മേൽ, നീ അനുഭവിക്കുന്ന സകല പ്രശ്നത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിന് ചിലത് ചെയ്യുവാനായി കഴിയുക. എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. ഇത് ദൈവത്തിൻ്റെ ആലയം ആകും. അനുഭവം കിട്ടിയവൻ മനസ്സുകൊണ്ട് ആരാധനാലയത്തെ സ്വീകരിച്ചു. ദൈവത്തെ സ്വീകരിച്ചവൻ ഒരു ആലയം വേണം. ദൈവത്തെ സ്വീകരിച്ചവൻ ആരാധിക്കാനൊരു സ്ഥലം വേണം. എവിടെ? ആ സാന്നിധ്യം അനുഭവിച്ച ഒരു സ്ഥലമുണ്ട്. എൻ്റെ വീട്ടിൽ പോയി ആരാധിച്ചാൽ പറ്റത്തില്ല. അതേ, ലാബാൻ്റെ വീട്ടിൽ പോയി ആരാധിച്ചാലും പറ്റത്തില്ല.
ഇനി പോകുന്ന വഴിയിൽ ആരാധിച്ചാലും പറ്റത്തേയില്ല. എൻ്റെ ദൈവം എന്നെ തൊട്ട ഒരു സ്ഥലമുണ്ട്, എൻ്റെ ദൈവം എന്നോട് ഇടപെട്ട ഒരു സ്ഥലമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് ദർശനം തന്ന ഒരു സ്ഥലമുണ്ട്, എൻ്റെ ദൈവം എന്നെ സ്പർശിച്ച ഒരു സ്ഥലമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് സ്വപ്നങ്ങളെ വീണ്ടും തുന്നിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷ നൽകിയ സ്ഥലമുണ്ട്, എൻ്റെ ദൈവം എന്നെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയ സ്ഥലമുണ്ട്, എൻ്റെ ദൈവം എന്നെ ഉറപ്പിച്ച സ്ഥലമുണ്ട്. അതെൻ്റെ ആലയമാണ്. എൻ്റെ ദൈവത്തെ ആരാധിക്കാനുള്ള ഞാൻ തിരഞ്ഞെടുത്ത ഒരു പ്രാകാരം, ഞാൻ തിരഞ്ഞെടുത്ത ഒരു ആരാധനാ സ്ഥലം, ഞാൻ തിരഞ്ഞെടുത്ത ഒരു ആത്മീക കൂട്ടായ്മ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ. നിങ്ങൾക്കൊരു വ്യക്തമായ ഒരു ആരാധന അനുഭവം ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു വ്യക്തമായ ഒരു ആരാധന ബന്ധമുണ്ടായിരിക്കണം. യാക്കോബ് അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ദൈവത്തെ ആരാധിക്കാൻ ഒരു സ്ഥലത്തെ അന്ന് തന്നെ തിരഞ്ഞെടുത്തു. അവനൊരു പള്ളി വയ്ക്കുന്നതിനെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നീണ്ട 20 വർഷക്കാലത്തെ കഠിനാധ്വാനം നിമിത്തം അവൻ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ ആ സമ്പത്തിൽ നല്ലൊരു ഭാഗമെടുത്ത് അവൻ നല്ലൊരു ആലയത്തെ തന്നെ അതേ സ്ഥലത്ത് വെച്ച് അവൻ തീരുമാനത്തിൽ നിന്നൊരു ഇഞ്ച് മാറിയില്ല, ഒരു തീരുമാനത്തിൽ നിന്നൊരല്പം പോലും മാറിയില്ല. അവനൊരു മാനസാന്തരത്തിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ സ്ഥിതിയിലേക്ക് ബഥേലിലേക്കുള്ള പുറപ്പാടിൽ തന്നെ അത് ചെയ്തു എന്നുള്ളത്. അടുത്ത മൂന്നാമത്തെ അവൻ്റെ തീരുമാനം എന്ന് പറയുന്നത്, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. എങ്കിലും യാക്കോബിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരപ്പെട്ട ദശാംശത്വം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഓടിച്ചു പറഞ്ഞു കൊള്ളപ്പെടട്ടെ. കാരണം സാമ്പത്തികമായി ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ നാം വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഭാഗമായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം, ഭൂമിയുള്ളിടത്തോളം വിതയും കൊയ്ത്തും ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ഒരു വിതയുണ്ടെങ്കിൽ ഒരു കൊയ്ത്തുമുണ്ട്. അത് സ്തോത്രം, വിത്ത് വിതച്ചിട്ട് ധാന്യം കൊയ്തെടുക്കുക മാത്രമേ അല്ല, ഒരു പ്രാർത്ഥന വിതച്ചിട്ട് ഒരു വിടുതൽ കൊയ്തെടുക്കാൻ കഴിയും. ഒരാരാധന വിതച്ചിട്ട് ഒരത്ഭുതം നമുക്ക് കൊയ്തെടുക്കുവാനായി കഴിയും. അതുപോലെ നമ്മുടെ സ്വമേധാദാനങ്ങൾ, നമ്മുടെ സ്തോത്രാർപ്പണങ്ങൾ, നമ്മുടെ സ്തോത്രക്കാഴ്ചകൾ, നമ്മുടെ ഉദർച്ചാർപ്പണങ്ങൾ, നമ്മുടെ ആദ്യഫലം, നമ്മുടേതായിട്ടുള്ള കാർഷിക വിഭവത്തിൻ്റെതായിട്ടുള്ള നന്മകൾ, അതോടൊപ്പം നമ്മുടെ സ്തോത്രക്കാഴ്ചകൾ, നമ്മുടെ ദശാംശം, ഇതെല്ലാം നമ്മൾ വിതച്ചു കഴിഞ്ഞാൽ ഭൂമി ഉള്ളിടത്തോളം കാലം അതിനൊരു കൊയ്ത്തുണ്ട് എങ്കിൽ കണക്ക് നോക്കി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം എന്താ, കണക്ക് നമ്മൾ മറന്നുപോയാലും മറക്കാത്ത ഒരു കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലേക്ക് നാം ഓരോരുത്തരുമായിരിക്കുന്നുവെങ്കിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നോക്കുന്ന സമയത്തിൽ അവിടെ ഹാബേലും കയീനും രണ്ടുപേരും ദൈവസന്നിധിയിൽ വഴിപാടർപ്പിക്കുവാൻ ദൈവം അവർക്കൊരു അവസരം കൊടുത്തു. ഞാൻ പറയട്ടെ, നിന്നെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ദൈവം ആലയത്തിലേക്ക് കൂട്ടിവരുത്തുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്. അതിലുപരിയായിട്ട് ഒരു പ്രത്യേക സമയം അതിനു വേണ്ടി വേർതിരിച്ചൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു സ്തോത്രക്കാഴ്ച, ഒരു സ്തോത്രാർപ്പണം നടക്കുന്ന സമയത്തിൽ ഒരുപക്ഷെ പാട്ടിനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ അത് പരസ്യം എന്തെങ്കിലും പറയുന്നു, അതിനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ഒരു സ്തോത്ര വഴിപാട് അവിടേക്ക് നാം അർപ്പിച്ച് അലക്ഷ്യമായിട്ട് പോകുകയല്ല. അത് ദൈവത്തിൻ്റെ സമയമാണ്. വചനപ്രഘോഷണത്തിന് നിങ്ങൾ എത്രത്തോളം പ്രാതിനിധ്യം കൊടുക്കുന്നുവോ അതുപോലെ, നിങ്ങൾ ദൈവത്തെ കരങ്ങളെ തട്ടി ആരാധിക്കാൻ എത്രത്തോളം പ്രാതിനിധ്യം കൊടുക്കുന്നു അതുപോലെ, നിങ്ങൾ രോഗശാന്തി പ്രാർത്ഥന സമയത്ത് ഏത് വിധത്തിലാണ് ഭക്തിയോടെ ഒരു നന്മ പ്രാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ സ്തോത്രാർപ്പണം അർപ്പിക്കുന്ന സമയത്തിലേക്കും നിനക്കൊരു പ്രതീക്ഷയുണ്ടായിരിക്കണം. ഞാൻ മനുഷ്യനല്ല കൊടുക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിനാണ് കൊടുക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇട്ട സ്തോത്ര കാഴ്ച ഇവിടുത്തെ പ്രാസർക്ക് അറിയാൻ പറ്റത്തില്ല, കാരണം പേരെഴുതി കവറിനകത്താക്കി അല്ല ഞാൻ ഇട്ടത്, അല്ലാണ്ട് ഞാൻ നേരിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഞാനിട്ട സ്തോത്ര വഴിപാടല്ലെങ്കിൽ ഞാൻ ലേലത്തിനായിട്ട് കൊണ്ടുവന്ന സാധനം ഇവിടെ ആരും അറിയുന്നില്ല. സ്തോത്രം. പക്ഷെ നീ മനസ്സിലാക്ക്, പാസ്റ്റർ അറിഞ്ഞില്ല എങ്കിൽ, സെക്രട്ടറി അറിഞ്ഞില്ല എങ്കിൽ, ഇവിടത്തെ വേണ്ടപ്പെട്ടവരൊന്നും അറിഞ്ഞില്ല എങ്കിൽ, സ്വർഗത്തിലെ ദൈവം നന്നായിട്ട് അറിയുന്നുണ്ട്. അവന് കണക്ക് തെറ്റുന്ന ദൈവമല്ല. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ നേർച്ചകളും കാഴ്ചകളും നിങ്ങൾ അർപ്പിക്കുന്ന സമയത്തിൽ നിന്റെ മനസ്സിനകത്തൊരു നിറവുണ്ടായിരിക്കണം. എന്താ നിറവെന്നറിയാവോ? ഇതിനൊരു പ്രതിഫലം എനിക്കുണ്ട്, ഇതെൻ്റെ സ്വർഗത്തിലെ നിക്ഷേപമാണ്. ഇത് സ്തോത്രം, എനിക്ക് ദൈവസന്നിധിയിലുള്ള എൻ്റെ നിക്ഷേപമാണ്, എനിക്ക് ദൈവസന്നിധിയിലുള്ള മുതൽക്കൂട്ടാണ്. ഇവിടെയുള്ളത് പലതും ഒരുപക്ഷെ സാഹചര്യ നിമിത്തം എല്ലാം നഷ്ടപ്പെട്ടു വന്നിരിക്കുക. ഒരു കുടുംബകലഹം വരുമ്പോൾ സ്തോത്രം 4 വാക്കിലേക്ക് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു രോഗം വരുമ്പോൾ എല്ലാം ഒരുപക്ഷെ
വിറ്റ് തീർത്ത് എല്ലാം നശിച്ചുപോയി എന്ന് വന്നെന്നിരിക്കുക. മറ്റൊരു ഭാഗത്തിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്തിലേക്ക് അതെ, ഒരു ബിസിനസ്സിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുമ്പോൾ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കാം. എങ്കിലും നിങ്ങൾ കർത്തൃസന്നിധിയിൽ കൊടുക്കുന്ന വഴിപാട് അതൊരിക്കലും നഷ്ടപ്പെടുന്നതല്ല. അതിൻ്റെ കണക്ക് പറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ കണക്കനുസരിച്ച് നിങ്ങളെ മാനിക്കുന്ന, അതിനനുസരിച്ച് നിന്നെ ഉറപ്പിക്കുന്ന, അതിനനുസരിച്ച് നിന്നെ വർദ്ധിപ്പിക്കുന്ന, അതിനനുസരിച്ച് നിന്നെ ബലപ്പെടുത്തുന്ന, അതിനനുസരിച്ച് നിനക്ക് നന്മകൾ നൽകുന്ന ഒരു കർത്താവ് ഇന്ന് രാത്പകൽ സമയവും നമ്മുടെ മധ്യത്തിലുണ്ട്. മനുഷ്യരായവരൊന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, കായീനും ഹാബേലിനും വേണ്ടിയിട്ട് വഴിപാടർപ്പിക്കാൻ ദൈവം ഒരു സമയം വേർതിരിച്ചു കൊടുത്തു. എന്താ? സ്തോത്രക്കാഴ്ച അർപ്പിക്കാൻ അവർക്കൊരു സമയം കൊടുത്തു, വഴിപാടർപ്പിക്കാൻ അവർക്കൊരു സമയം കൊടുത്തു. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. നിങ്ങൾക്ക് ആരാധനയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മ ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ രണ്ടുപേർക്കും, സഹോദരങ്ങളെ, രണ്ടുപേർക്കും വഴിപാടർപ്പിക്കാൻ സമയം. ഒരുവനിതാ ഏറ്റവും ശുഷ്കിച്ചത് കൊണ്ടുവന്ന ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ കൊലമുറിച്ചു, ഏറ്റവും നല്ലത് മുഴുവനും മാറ്റിവെച്ചു. കാരണം എന്താണെന്നറിയാവോ? ഇന്ന് മാർക്കറ്റിൽ കൊണ്ടത് വിൽക്കുന്ന സമയത്തിൽ, ഇല്ലെങ്കിൽ അതിൻ്റെ ഹോൾസെയിലുകാരൻ വന്ന് എടുക്കുന്ന സമയത്തിലേക്ക് അവൻ അതിന് കിലോയ്ക്ക് വില ഇടുന്നത് ഏറ്റവും മുഴുത്തതിൻ്റെ, നല്ലതിൻ്റെതായിട്ടുള്ള വില അനുസരിച്ച്. അതുകൊണ്ട് നല്ലതെല്ലാം അവൻ കച്ചവടക്കാരനെ വിൽറ്റു. ഏറ്റവും മോശപ്പെട്ടതൊന്നെടുത്തവൻ ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഇന്ന് പള്ളിയിൽ ചിലത് കൊണ്ടുപോകണം, ഇന്ന് ചർച്ചിൽ വഴിപാടർപ്പിക്കണം. കാർഷിക ഫലം ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്തിൽ, അടുത്ത വർഷത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അടുത്ത വർഷം ഒരു പിന്മഴ ലഭിക്കാൻ വേണ്ടിയിട്ട്, അടുത്ത വർഷം ഒരു മുൻമഴ ലഭിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ നന്മകളിൽ ഒരു വിശാലത വരാൻ വേണ്ടിയിട്ട് ഞാനിതാ സ്തോത്ര വഴിപാട് വർഷാന്ത്യ സമയങ്ങളിൽ ഞാൻ അർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ഏറ്റവും ചെറിയൊരു കുലത്തുണ്ടെടുത്ത് മാറ്റിവെച്ചു. അടുത്തവൻ വെള്ളരിക്ക അടക്കാൻ പോവുകയാണ്. പോകുന്ന സമയത്തിലേക്ക് അവനിതാ അതെ എല്ലാം എടുത്തു, നല്ലതെല്ലാം ചാക്കിൽ കെട്ടി അവൻ വിറ്റു. ഏറ്റവും ചെറുത്, കുഴപ്പമില്ല, ചർച്ചിൽ ഒരു വീട്ടാവശ്യത്തിനല്ലയോ കൊണ്ടുപോകുന്ന ആൾക്കാർ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ ഏറ്റവും ചെറുത് പടവലം വെച്ചു, പാവലക്ക വെച്ചു, പയറ് വെച്ചു. അതെ, എങ്ങനെ തുടങ്ങി വച്ചതിൽ എല്ലായിടത്തും നല്ലതെടുത്ത് അവൻ വിറ്റു. ഇപ്പോൾ കൃഷിയൊക്കെ വലിയ നഷ്ടത്തിലാണ്. അതുകൊണ്ട് സ്തോത്രം, നമുക്ക് നമ്മുടെ നിലനിൽപ്പൂടെ നോക്കണ്ടയോ എന്ന് പറഞ്ഞ് ഏറ്റവും 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 മോശപ്പെട്ടത് കുറെ എടുത്ത് ദൈവസന്നിധിയിൽ വഴിപാടർപ്പിച്ചു. കർത്താവേ, അങ്ങ് എന്നോട് നേർച്ച വയ്ക്കാൻ പറഞ്ഞു, കാഴ്ച വയ്ക്കാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സ്തോത്രക്കാഴ്ച അർപ്പിക്കാൻ വേണ്ടിയിട്ട് സമയം തന്നു, ഈ വർഷത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നു, ഞങ്ങളിതാ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വഴിപാടർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ അടുത്ത ഹാബേലിൻ്റെ കാതുകളിലേക്കും അതെത്തിയിരിക്കുന്നു. അവനിതാ തൻ്റെ ആട്ടിൻകൂട്ടങ്ങളിലേക്ക് ചെന്ന് നോക്കി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പച്ചക്കറി കൊടുക്കുന്നതേ ഇല്ല, എൻ്റെ ദൈവത്തിന് ജീവനുള്ളതിനോടാണ്, എൻ്റെ ദൈവം ജീവനുള്ള ആരാധന ഇഷ്ടപ്പെടുന്നു, അവൻ ജീവനുള്ളതാണ്. മാത്രമല്ല പഴയ നിയമവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തിലേക്ക് സ്തോത്രം, അതെ, ആ യാഗമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ജീവനുള്ളത് തന്നെ ഏറ്റവും നല്ലത്, ജീവനുള്ളതിനെ തന്നെ അർപ്പിക്കണം എന്നുള്ള സ്ഥിതിവിശേഷത്തിൻ്റെ മധ്യത്തിലേക്ക് അവന് തൻ്റെ ആടുമാടുകളിലേക്ക്, തൻ്റെതായിട്ടുള്ള എന്താ പശുക്കൂട്ടങ്ങളിലേക്ക് നോക്കി. ഏറ്റവും നല്ലത് തടിപ്പിച്ചത്, ഏറ്റവും നല്ലത് അവൻ്റെ കണ്ണിൽ, അവന് പ്രതീക്ഷ അവന് തെറ്റുപറ്റാൻ പാടില്ല. അവൻ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ഒന്നാമത് നിൽക്കുന്നവനാരാ? ഒന്നാം സ്ഥാനത്ത് നല്ല വെയിറ്റ് ഉള്ളത്, നല്ല മേധസ്സുള്ളത്, നല്ല തടിപ്പിച്ചത്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അർപ്പിച്ചു. അവനില്ലായെങ്കിൽ അവൻ ഓടി നടന്ന് അന്വേഷിച്ചു. തടിപ്പിച്ചത് എവിടെയുണ്ട്? മേധസ്സുള്ളത് എവിടെയുണ്ട്? ദൈവത്തിന് കൊടുക്കാനാണ്. ആമേൻ ചന്തയെ കൊണ്ടൊന്ന് വെട്ടാൻ വേണ്ടിയിട്ടല്ല, കശാപ്പുകാരന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, സ്തോത്രം, വീട്ടുകാരന് വളർത്താൻ കൊടുക്കാനല്ല, ദൈവത്തിന് കൊടുക്കാനാണ്. അയൽവക്കക്കാരന് കൊടുക്കാനല്ല, ദൈവത്തിന് കൊടുക്കാനാണ്. ദൈവത്തിന് കൊടുക്കാൻ ഏറ്റവും നല്ലത് എവിടെയുണ്ട്? പറഞ്ഞ കാശ് കൊടുത്ത്, അവനില്ല എങ്കിൽ പറഞ്ഞ കാശ് കൊടുത്ത്, അവൻ ചോദിച്ച പൈസ കൊടുത്ത്, വിലപേശം നിൽക്കാണ്ട് അവൻ കൊണ്ടുവന്ന് ഏറ്റവും മുഴുത്തത് ദൈവസന്നിധിയിൽ വെച്ചു. കർത്താവ് എല്ലാവരുടെ സ്തോത്ര വഴിപാടിലും ധ്യാമേ പ്രസാദിച്ചില്ല, എല്ലാവരുടെ സ്തോത്ര കാഴ്ചകളിലും കർത്താവ് പൂർണ്ണമായിട്ട് അംഗീകരിച്ചില്ല. ഇതാ ഏറ്റവും നല്ലത്, പൂർണ്ണ മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ, തൃപ്തിയോടെ, ഉത്സാഹത്തോടെ അതിനെ ചുമന്നുകൊണ്ട് കടന്നു കൊണ്ടുവച്ച ഭക്തന്റെ വഴിപാടിന്റെ മേല്, ഭക്തന്റെ നേർച്ചയുടെ മേല് സ്വർഗത്തിലെ സാന്നിധ്യം ഇറങ്ങി വന്ന് ഹാബേലിനെ സ്വർഗത്തിലെ കർത്താവ് അനുഗ്രഹിച്ചു പോയെങ്കിൽ, ഒരുപക്ഷെ അവൻ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടിൽ പോയെങ്കിലും അവന്റെ രക്തത്തിന് പകരം ചോദിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു ദൈവപ്രവൃത്തി അവിടെ സംഭവിച്ചുവെങ്കിൽ, നിന്റെ സ്തോത്ര വഴിപാടിന്റെ അളവ് നോക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സ്തോത്ര
സ്തോത്ര വഴിപാടിന്റെ നിറവ് നോക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ സ്തോത്ര വഴിപാടിൻ്റെതായിട്ടുള്ള മനസ്സ് നോക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സ്തോത്ര വഴിപാടിൻ്റെതായിട്ടുള്ള ആ സ്ഥിതിവിശേഷങ്ങളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യരായവർ കൈയടിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞാനും സ്തോത്ര കാഴ്ച അർപ്പിക്കുന്നു, ഞാനും വഴിപാടർപ്പിക്കുന്നു. പക്ഷേ എവിടെയൊക്കെയോ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. വെറും ഒരു മാനുഷികമായ പ്രകസനമാക്കി ഞാൻ അതിനെ മാറ്റിയിട്ടുണ്ട്. ഇത് ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ മറന്നു. ഞാൻ പള്ളിക്കാണ് പലതും കൊടുത്തു പോയത്. ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളത് മറന്നു. ഞാൻ പാസ്റ്റർക്കാണ് പലതും കൊടുത്തു പോയത്. ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് മറന്നുപോയി. ഞാൻ ഉപദേശിക്കാണ് കൊടുക്കുന്നുവെന്ന് ചിന്തിച്ചു പോയി. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. എൻ്റെ നേർച്ചകളിൽ എവിടെയെങ്കിലും കൂനും കുരുടും വന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. എൻ്റെ നേർച്ചയിൽ എവിടെയെങ്കിലും ചെറുതായി പോയി എങ്കിൽ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. നിറഞ്ഞ മനസ്സില്ലാതെ പൂർണ്ണ മനസ്സില്ലാതെ ഞാൻ അർപ്പിച്ചുവെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ സമയം നിന്റെ അനുഗ്രഹത്തിന്റെ ചില കെട്ടുകൾ, തടസ്സമായി നിൽക്കുന്ന ചില കെട്ടുകൾ സ്വർഗം പൊട്ടിക്കുകയാണ്. മനുഷ്യരായവർ കൈയടിച്ച് സ്വതന്ത്രം പറ. സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ഈ പുറപ്പാടിന്റെ മധ്യത്തിൽ 2021 നിങ്ങൾ ചില മണ്ഡലങ്ങളെ അതിജീവിക്കുന്നവരായി, ചില പ്രതികൂലങ്ങളെ ജയിക്കുന്നവരായി, ചില കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി തീർക്കുവാൻ സ്വർഗം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 3-ാം അധ്യായം ആദ്യ ഫലം ദൈവത്തിനുള്ളതെന്ന് കർത്താവിൻ്റെ വചനത്തിലേക്ക് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒത്തിരി ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തിൽ ആ ഭാഗങ്ങളെല്ലാം എഴുതിയിരിക്കുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഇവിടെ മരിക്കുന്ന ആ മനുഷ്യൻ ദശാംശം വാങ്ങുന്നു എന്ന് പുതിയ നിയമത്തിലും വ്യക്തമായി. ദശാംശം അഥവാ 1/10 ഭാഗം കർത്താവിനുള്ളത്. യാക്കോബ് കൊടുത്ത 1/10 ഭാഗം എന്താണ് ആ കണക്കിൻ്റെ പ്രത്യേകത? എനിക്ക് 100 രൂപ ദൈവം തരുന്നുവെങ്കിൽ അതിൽ 10 രൂപ ദൈവത്തിനുള്ളതാണ്. പുതിയ ലെവൽ അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നു എങ്കിൽ മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിനകത്തേക്ക് നോക്കുന്ന സമയത്തിലേക്ക്, ഈ ജാതി മുഴുവനും എന്നെ പരീക്ഷിക്കുന്നത് കൊണ്ട് ശാപഗ്രസ്തരായിരിക്കുന്നു, ഏതിനാൽ ഞങ്ങൾ നിന്നെ പരീക്ഷിക്കുന്നു എന്ന് ദൈവത്തോട് ചോദിച്ച സമയത്ത് നിങ്ങൾ ദശാംശത്തിൽ വഴിപാടിലും തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ശരിയാണ്, നിങ്ങൾ ആരാധനയിൽ ശരിയാണ്, നിങ്ങൾ കൂട്ടായ്മയിൽ ശരിയാണ്. പക്ഷെ നിങ്ങൾക്കൊരു കുറവുണ്ട്. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നതിൽ കറക്റ്റല്ല. ദൈവത്തിന് കൊടുക്കുന്നതിൽ നിങ്ങൾ കൃത്യനിഷ്ഠ പാലിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ശാപമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവിടെ പറഞ്ഞു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുമെൻ എന്ന് യഹോവ വിളിച്ചു പറയപ്പെടുന്നു. സുഹൃത്തുക്കളെ, എന്താണ് ആ 10 ഭാഗം? ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് ആഹാരമുണ്ടാകേണ്ടതിന്, ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് നന്മയുണ്ടാകേണ്ടതിന്, ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് വിടുതലുണ്ടാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് ഒരനുഗ്രഹമായി, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു നന്മയായി തീരുമെന്നുള്ളതിന് സംശയമില്ല. കർത്തൃസന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ടുന്ന സമയത്ത്, കൊണ്ടുവരേണ്ടുന്ന രീതിയിൽ കൊണ്ടുവരുമ്പോൾ അത് നമുക്കൊരനുഗ്രഹമായിരിക്കുന്നു എങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്തേക്ക് ലേവ്യാപുസ്തകം 10-ാം അധ്യായം നമ്മൾ നോക്കുന്ന സമയത്തിൽ, ആവർത്തന പുസ്തകം 8-18 ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയങ്ങളിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തത ആചരിക്കേണ്ടുന്ന ജാമേൻ ദൈവജനത്തെക്കുറിച്ച് കർത്താവ് വ്യക്തമായി വിളിച്ചു പറയപ്പെടുന്നു എങ്കിൽ സ്തോത്രം. ഈ നാളുകളിലേക്ക് യാക്കോബ് എടുത്ത തീരുമാനം നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ തീരട്ടെ എന്ന് ലേവ്യാപുസ്തകം 27:30 ദശാംശം ലേവ്യർക്കോ വിശുദ്ധം തന്നെ എന്ന് എഴുതിയിരിക്കപ്പെടുകയാണ്. സ്തോത്രം. ദശാംശം വിശുദ്ധമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് അശുദ്ധമാക്കി കളയാനായിട്ടുള്ളത് അല്ല, വിശുദ്ധമായിരിക്കണം. വിശുദ്ധം സമം എന്തായിരിക്കണം? അതുകൊണ്ടുവന്ന് അവനവൻ ഇഷ്ടമുള്ള രീതിയിലേക്ക് എടുത്തു മാറ്റിയും തിരിച്ചും പ്രയാസപ്പെടുത്തിയിട്ടും ഒന്നുമുള്ളതല്ലേ? അല്ല. അത് ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. നമ്മളെടുത്ത് മാറ്റിവെക്കുന്ന 10 രൂപയ്ക്ക് വിലയുണ്ട്, മറക്കരുത്. അത് വിശുദ്ധമാണ്. നമ്മളെടുത്ത് മാറ്റിവെക്കുന്ന 100 രൂപ ഉണ്ടല്ലോ, വിശുദ്ധമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്യാവശ്യം വരുമ്പോഴത്തേക്ക് ചായയും കപ്പലണ്ടി മുട്ടായും കഴിച്ചതിന് ശേഷം ഇനിയിപ്പം മറ്റേ പൈസ കിട്ടുമ്പോഴത്തേക്ക് അങ്ങ് പള്ളിയിൽ കൊണ്ട് കൊടുക്കുക. ഇല്ല, നീ മാറ്റി വച്ചുവെങ്കിൽ തോട്ടരുത്. ദൈവത്തിന് മാറ്റിവെച്ചത് വിശുദ്ധം തന്നെയായണം. ദൈവത്തിന് മാറ്റിവെച്ചിരിക്കുന്നത് വിശുദ്ധമാണ്. ആ വിശുദ്ധമായതിനെയാണ് നീ അടുത്ത് അശുദ്ധമാക്കുന്നത് എപ്പോൾ? അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുമ്പോൾ. മനസ്സുകൊണ്ട് നീ 50 രൂപ ദൈവത്തിന് മാറ്റിയെങ്കിൽ അത് വിശുദ്ധമായി കഴിഞ്ഞു. പിന്നെ തിരിച്ചെടുക്കുമ്പോൾ ആ കൈ വിറയ്ക്കണം. അതിനെ എടുക്കാൻ നിനക്ക് അനുവാദമില്ല. അവിടെയാണ് ഭക്തന്മാരുടെ തീരുമാനം.
ഇന്ന് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക ദൈവ പൈതലേ, നീ കർത്താവിന് വേണ്ടി മാറ്റി വെച്ചുവെങ്കിൽ ഇഷ്ടമുള്ള സമയത്തിൽ അതിനെ തിരിച്ചെടുക്കാൻ നിനക്ക് അനുവാദമില്ല. ദൈവത്തിനായിട്ട് നീ ചിലതിനെ വേർതിരിച്ചു എങ്കിൽ അതിനെ ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചെടുക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാമെന്ന് എപ്പോഴായിരിക്കും? ഒരുപക്ഷെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്ന് അവനെ ജീവനെ പോലും കിട്ടത്തില്ല എന്ന് തോന്നിയ സമയത്തിൽ പറയും, ഇവനെ ദൈവം ജീവനോടെ തരികയാണെങ്കിൽ ഇവൻ ദൈവത്തിനായിട്ട് അവനെത്തിരി അതെ 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 എന്നാ പറയട്ടെ, രക്തയോട്ടം തുടങ്ങുന്ന സമയത്തിൽ അവനെത്തിരി വണ്ണവും പൊണ്ണവും ഒക്കെ ആകുന്ന സമയത്ത് ഇതങ്ങ് ദൈവത്തിന് കൊടുക്കണം. നമുക്ക് വേറൊരെണ്ണം പൊട്ടും ഒരു എന്താ കൂനും കുരുടുമായിട്ടുള്ള ഒരെണ്ണമുണ്ട്, നമുക്ക് അതിനെ ആർക്കും വേണ്ട, എന്നാ കൊണ്ട് പള്ളി കൊണ്ടങ്ങ് നിർത്ത്. അങ്ങനെയല്ല, ഏറ്റവും കഴിവുള്ളതിനെ നീ മാറ്റിയെങ്കിലും മാറ്റിയതാണ്. മനസ്സുകൊണ്ട് നിന്റെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചുവെങ്കിൽ ആമേൻ, അത് വിശുദ്ധം തന്നെയാണ്, അത് വിശുദ്ധം തന്നെയാണ്. ആ തീരുമാനം വിശുദ്ധം തന്നെയായിരിക്കുകയാണ്. ആമേൻ. ദശാംശം ദൈവത്തിന് വിശുദ്ധമാണ്. ഒരു ദൈവത്തിൻ്റെ പൈതലിന് കർത്താവ് കൊടുത്ത നന്മയുടെ ഒരു ഭാഗമെടുത്ത് അവൻ മാറ്റിവെക്കുന്നതോടുകൂടി അത് അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയല്ല എവിടെ ചെയ്യേണ്ടത്, അത് വിശുദ്ധമാണ്.